ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നോമ്പുകാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ഏറെ ഗൗരവമുള്ള ഒരു കാര്യത്തെ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. പാരമ്പര്യങ്ങളും കൽപ്പനകളും ചട്ടങ്ങളുമൊക്കെ പാലിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പനയെ അവഗണിക്കരുത്. യേശു കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു പ്രതിപാദ്യം 4-ാം പ്രമാണവുമായി ബന്ധപ്പെട്ടാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്നത് ദൈവകൽപ്പനയാണ്. എന്നാൽ ഫരിസേയ നിയമജ്ഞ പ്രമാണിമാര് ഈ കൽപ്പനയിൽ വെള്ളം ചേർത്തു എന്ന് മാത്രമല്ല, അവര് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കേണ്ടത് ഖുർബാൻ അല്ലെങ്കിൽ വഴിപാടായി കൊടുത്താൽ മതി, പിന്നെ അവരുടെ കാര്യത്തില് യാതൊന്നും ഈ മക്കൾ ചെയ്യേണ്ടതില്ല എന്ന പ്രതിപാദ്യം യേശുനാഥന്റെ കാലത്ത് തന്നെ നിലവിലുള്ളതാണ്. ആ നിലനിൽക്കുന്ന സംവിധാനം ശരിയല്ല എന്നും അത് ദൈവകൽപ്പനകളെ വളച്ചൊടിക്കലാണെന്നും ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ നോമ്പുകാലത്തിന്റെ ചിന്താ വിഷയമായിട്ട് എടുക്കണം. ഒന്ന്, നോമ്പുകാലത്തെ മാത്രമല്ല എല്ലാ കാലത്തും മാതാപിതാക്കളോട് നാം പുലർത്തേണ്ട നീതിയെക്കുറിച്ചുള്ള ചിന്ത. ബഹുമാനവും ആദരവും അവർ നൽകുന്നത് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ടും നമ്മളെ നമ്മളാക്കാൻ വേണ്ടി ചോര വിയർപ്പാക്കിയവരുമാണ് എന്നതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യത്തെ കുറച്ച് കാണിക്കാൻ നാം ശ്രമിച്ചുകൂടാ. ഏതെല്ലാം കൽപ്പനകളുടെയും ഏതെല്ലാം വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ മകള് തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും ആദരവും അത് നിഷേധിച്ചാൽ അത് ദൈവനിഷേധം തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവമെന്ന മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തെ നാം ഗൗരവത്തോടെ തള്ളിക്കളയുന്നു എന്നതാണ് ഇതിൻ്റെ ദുര്യോഗം. മാതാപിതാക്കളെ ദൈവതുല്യരായിട്ട് കാണണം എന്ന് പഠിപ്പിക്കുന്ന ഈ നാട്ടില് അനാഥാലയങ്ങളും ആതുരാലയങ്ങളുമൊക്കെ ഏറെ വർദ്ധിച്ചു വരുന്നത് മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ മക്കൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. മകൾ വിദേശത്തായാൽ പിന്നെ എളുപ്പം ഇവരെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് തട്ടുകയാണ് എന്നുള്ള ഒരു ചിന്ത വിദേശ മലയാളികൾക്കിടയിൽ ഉണ്ട് എന്നത് ശരിയല്ല. കാരണം എത്രയോ കൃത്യമായിട്ട് മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ ഗൗരവത്തോടെ നിലപാടുകൾ എടുക്കുന്ന മക്കളുണ്ട്. മക്കളിൽ ഒരാളെങ്കിലും മാറി മാറി നാട്ടിൽ വന്ന് മാതാപിതാക്കന്മാരെ നോക്കുന്ന, അവരുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന ജോലിക്കാരെ നിയമിച്ച് ആശുപത്രിയിൽ, പള്ളിയിൽ, മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എത്രയെത്ര നല്ല കുടുംബങ്ങൾ നമുക്കുണ്ട്. കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കാനാവാത്തതിൻ്റെ പ്രശ്നം ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കട്ടെ. പക്ഷേ അവരെ അവഗണിക്കുകയും അവർക്ക് ഉള്ള വസ്തുവകകളൊക്കെ സ്വന്തം പേരിൽ എഴുതിയിട്ട് പാതയോരങ്ങളിലും അനാഥാലയങ്ങളിലും അവരെ കൊണ്ട് തള്ളുന്ന ഒരു നീതി, അതിനും അപ്പുറത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ. അവർക്ക് പരിഗണനയും സ്നേഹവും കൊടുക്കാതെ അവരെ ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, തല്ലുന്ന, മരുന്ന് വാങ്ങിച്ചു കൊടുക്കാത്ത, വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കൊടുക്കാത്ത എത്ര കുടുംബങ്ങൾ നമുക്കുണ്ട്. അവരുടെ ഇല്ലായ്മകൾ നമ്മളെ അറിയിക്കാതെയാണ് അവർ വളർത്തിയത്. ഇന്നിപ്പോൾ മാതാപിതാക്കന്മാരെ ഒരു മൂലയ്ക്കാക്കിയിട്ട് മക്കൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന
കഞ്ഞിയും അച്ചാറും പൊട്ടിയ പാത്രത്തിൽ അവർക്ക് കൊണ്ട് കൊടുക്കുന്ന എത്ര കുടുംബങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഗൗരവമായ പരിചിന്തന മാതാപിതാക്കന്മാരുള്ള സ്നേഹത്തിൻ്റെ തലത്തിൽ നമുക്കുണ്ടാകണം. 2, ഏത് നിയമത്തെയും പാരമ്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ ചില നയതീരുമാനങ്ങളുടെ പേരിൽ മാറ്റിവെക്കുന്ന ഒരു ചിന്ത എനിക്കുണ്ടായെങ്കിൽ അവിടെയും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ 2 മേഖലകളിലും ഗൗരവമായ ശ്രദ്ധ പുലർത്താൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം.